പല കൃഷിക്കാർക്കും ഇതറിയില്ല. നാരങ്ങയുടെ വിത്തുകൾ ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് അല്പം വെള്ളം തളിച്ച് മടക്കുക. ഇതൊരു എയർടൈറ്റ് ഭരണിക്കുള്ളിൽ വെച്ച് മുളപ്പിച്ചെടുക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം മുളവന്ന വിത്തുകൾ മുട്ടത്തോട്ടത്തിലേക്ക് മാറ്റി നടാം. ചെടി നന്നായി വളരുമ്പോൾ ചട്ടിയിലേക്ക് മാറ്റി വെയിൽ ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. പൈനാപ്പിളിന്റെ മുകൾ ഭാഗം തിരിച്ചു മാറ്റിയ ശേഷം അടിയിലെ അധികമുള്ള ഇലകൾ അടർത്തി മാറ്റുക. വെളുത്ത തണ്ട് കാണുമ്പോൾ ഇതൊരു ഗ്ലാസ് വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക. 10 ദിവസത്തിനുള്ളിൽ വേരുകൾ വരും. തുടർന്ന് ഇത് ചട്ടിയിലേക്ക് മാറ്റി നടാം. സുഷിരങ്ങളുള്ള ഒരു പ്ലാസ്റ്റിക് കൊട്ടയും മധ്യത്തിൽ ഒരു പ്ലാസ്റ്റിക് കൊപ്പിയും വയ്ക്കുക. കൊട്ടയ്ക്കുള്ളിൽ മണ്ണ് നിറച്ച് ഓരോ സുഷിരങ്ങളിലൂടെയും ചെറിയ ഉള്ളി പുറത്തേക്ക് കാണുന്ന രീതിയിൽ വയ്ക്കുക. 20 ദിവസത്തിനുള്ളിൽ ഉള്ളിച്ചെടി വിളവെടുക്കാൻ പാകമാകും. ഉപയോഗിക്കാത്ത വലിയ ഉള്ളിയുടെ വേരുള്ള അടിഭാഗം മുറിച്ചെടുക്കുക. ഇതൊരു പാത്രത്തിൽ വെച്ച് സാധാരണ വെള്ളം ഒഴിച്ചു വയ്ക്കുക. അരമാസത്തിനുള്ളിൽ പുതിയ മുളകൾ വരും. ഇടയ്ക്ക് വെള്ളം മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രോബെറിയുടെ പുറംതൊലി വിത്തുകളോടുകൂടി ചെറുതായി ചെത്തിയെടുക്കുക. ഇതൊരു ചട്ടിയിലെ മണ്ണിൽ താഴ്ത്തിവെച്ച് ആവശ്യത്തിന് വെള്ളവും സൂര്യപ്രകാശവും നൽകി വളർത്തുക. കിവി പഴത്തിൽ നിന്നും ടൂത്ത്പിക്ക് ഉപയോഗിച്ച് വിത്തുകൾ വേർതിരിക്കുക. ഇതൊരു നനഞ്ഞ ടിഷ്യൂ പേപ്പറിൽ വെച്ച് ടിഷ്യൂവോടുകൂടി മണ്ണിൽ കുഴിച്ചിടുക. മണ്ണിലെ ഈർപ്പം നിലനിർത്തിയാൽ വിത്തുകൾ മുളച്ചുവരും. ചക്കക്കുരു ശേഖരിച്ച് നന്നായി കഴുകി ഉണക്കുക. ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിൽ ടിഷ്യൂ പേപ്പർ വെച്ച് അതിൽ വിത്തക്കുരു നിരത്തി ഇരത്വമുലാന്തരീക്ഷമൊരുക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ വേരുകൾ വരും. തുടർന്ന് ഇത് മണ്ണിലേക്ക് മാറ്റി നടാം. 2 ദിവസത്തിലൊരിക്കൽ നനച്ചു കൊടുക്കുക. മല്ലിച്ചെടിയുടെ വേരുള്ള അടിഭാഗം മുറിച്ചെടുക്കുക. ഒരു പ്ലാസ്റ്റിക് കുപ്പി പകുതിയായി മുറിച്ച് അടിഭാഗത്ത് മധുരമുള്ള വെള്ളം നിറച്ച് മുകൾ ഭാഗം അതിലേക്ക് തിരിച്ചുവെക്കുക. അതിലേക്ക് മല്ലിച്ചെടിയുടെ വേരുകൾ ഇറക്കി വെച്ചാൽ 15 ദിവസത്തിനുള്ളിൽ പുതിയ മല്ലിയില വളർന്നുവരും. എന്നെ ഫോളോ ചെയ്താൽ മതി. ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം.